കേരളത്തിന്റെ നിയമസഭാ ഇലക്ഷനിൽ ഒരുപാട് ശ്രദ്ധയാകർഷിക്കുന്ന ധാരാളം മണ്ഡലങ്ങളുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കാട്ടാക്കട. കാട്ടാക്കടയിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞു. കാട്ടാക്കടയെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് BJP ആണ്, PK കൃഷ്ണദാസിലൂടെ. കഴിഞ്ഞ 2 പ്രാവശ്യമായി കാട്ടാക്കടയിൽ BJP സ്ഥാനാർത്ഥിയാണ് PK കൃഷ്ണദാസ്. കാലങ്ങൾ കൊണ്ട് കാട്ടാക്കടയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് PK കൃഷ്ണദാസ്. അതുകൊണ്ട് തന്നെ കാട്ടാക്കട മണ്ഡലത്തിൽ ഇപ്പോൾ സുപരിചിതനാണ് BJP സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ്. പടിപ്പടിയായി വോട്ട് വിഹിതം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ BJP വളരെയധികം വിജയിച്ചിരിക്കുന്ന ഒരു മണ്ഡലം. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിയമം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് BJP നേടിയ മണ്ഡലം കാട്ടാക്കട. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP കാട്ടാക്കടയിൽ നേടിയത് 46,372 വോട്ടുകളാണ്. കേരളത്തിൽ നിയമം കഴിഞ്ഞ് 2ാം സ്ഥാനം. അതുകൊണ്ട് തന്നെ BJP വൻ വിജയം പ്രതീക്ഷിക്കുന്നതാണ് കാട്ടാക്കട മണ്ഡലം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 23.72% വോട്ട് വിഹിതമുണ്ടായിരുന്നു BJPക്ക്. ഇപ്പോൾ ഇവിടുത്തെ MLA IB സതീഷ് ആണ്, കഴിഞ്ഞ 2 പ്രാവശ്യമായി. മുമ്പ് ആര്യനാട് മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന കാട്ടാക്കടയിൽ RSP നേതാവ് K പങ്കജാക്ഷനായിരുന്നു MLA. തുടർന്ന് N ശക്തൻ MLA ആയി മാറി. N ശക്തനെ തോൽപ്പിച്ചുകൊണ്ട് കാട്ടാക്കട മണ്ഡലം രൂപീകൃതമായതിനു ശേഷം ആദ്യമായി IB സതീഷ് MLA ആവുമ്പോൾ 51,000-ലധികം വോട്ടുകൾ IB സതീഷിനുണ്ടായിരുന്നു. 2ാം പ്രാവശ്യം മത്സരിക്കുമ്പോൾ അത് 66,124 വോട്ടിലേക്ക് വർദ്ധിച്ചു. പടിപ്പടിയായി തന്റെ വോട്ട് വിഹിതം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ MLA ആയിരിക്കുന്ന IB സതീഷ്. നിയമസഭാ ഇലക്ഷന് മത്സരിക്കാനുള്ള മാനദണ്ഡങ്ങൾ CPM മാറ്റിവെച്ചപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ആദ്യം മത്സരിക്കാനുള്ള ലിസ്റ്റുകാരിൽ ഒന്നാമതായി IB സതീഷിന്റെ പേരുണ്ടായിരുന്നു. IB സതീഷിന് കാട്ടാക്കടയിൽ ഇത് 3ാം ഊഴമാണ്. മണ്ഡലത്തിൽ ഏറെ സുപരിചിതനാണ് IB സതീഷ്. മണ്ഡലമാകെ വേരുകളുള്ള IB സതീഷ് തന്നെയാണ് ഇത്തവണ LDF സ്ഥാനാർത്ഥി. LDFന്റെ വിജയപ്രതീക്ഷയ്ക്കുള്ള കാരണവും അതുതന്നെയാണ്. IB സതീഷിനോട് മത്സരിച്ച് 2ാം സ്ഥാനത്തായിരുന്നു UDF സ്ഥാനാർത്ഥി മലയൻകീഴ് വേണുഗോപാൽ. 43,062 വോട്ടാണ് UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ നേടിയത്. ഇത്തവണ മത്സരിക്കുന്നത് MR ബൈജു ആണ്. മണ്ഡലത്തിൽ ആകെ സുപരിചിതനും മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങളിൽ മുഴുകിയ MR ബൈജു UDFനെ സംബന്ധിച്ച് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. കാട്ടാക്കടയിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുക. ആര് വിജയിക്കും ആര് തോക്കുമെന്നുള്ളത് വോട്ടെണ്ണുന്ന മെയ് 6-ന് നമുക്കറിയാം. കേരളത്തിൽ നടക്കുന്ന ഏറ്റവും ശക്തമായ ത്രികോണ മത്സരങ്ങളിൽ ഒന്നായിരിക്കും കാട്ടാക്കടയിൽ. മണ്ഡലമാകെ ഇളകി മറിയുകയാണ്. വോട്ട് ചേർക്കലുകളും വോട്ട് വെട്ടലുകളുമായി ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞ മണ്ഡലമാണ് കാട്ടാക്കട. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് കാട്ടാക്കട. അതുകൊണ്ട് തന്നെ ഈ ത്രികോണ മത്സരത്തിൽ വിജയിക്കുന്നത് ആരായാലും കാട്ടാക്കടയുടെ വികസന കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന ആളായിരിക്കണം എന്നൊരു പ്രാർത്ഥനയോടുകൂടി, എന്നൊരു പ്രതീക്ഷയോടുകൂടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.